ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഇറ്റലി എന്ന് പറഞ്ഞാൽ റോമിലാണ് മെയിനായിട്ടുള്ളത്. റോമിലെ ഡേ 1 ആണ്. ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 7:15 ഇപ്പം തന്നെ ഇറങ്ങി. കാരണം തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാനുണ്ട്. സോ ഞാനും അരോട്ടനും ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ നല്ല സൂപ്പറായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനിയിപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് ട്രെവി ഫൗണ്ടെയിൻ. പാന്തിയോൺ അല്ല, ട്രെവി ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഫേമസ് ഫൗണ്ടെയിൻ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടെ പൊതുവെ തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ ചെന്നാൽ കുറച്ച് തിരക്കില്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. അപ്പം വെൽക്കം ടു മൈ ഇറ്റലി വ്ളോഗ്. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനായ ട്രെവി ഫൗണ്ടെയിനിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ ട്രെയിന്, ട്രാം ഇതെല്ലാം ഇറങ്ങി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നല്ല ബിൽഡിങ്സുകൾ, ഇതാണ് ഇവിടുത്തെ റോമ നഗരത്തിലെ ബിൽഡിങ്സ്. എനിക്ക് നമ്മുടെ സഞ്ചാരത്തിലെ കണ്ട് എനിക്ക് റോം വരുന്നില്ല, എനിക്ക് റോമ നഗരം എന്നൊക്കെയാണ് വരുന്നത്. വളരെ പൊയറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ. അപ്പം നമ്മളെന്തായാലും വേഗം നടക്കട്ടെ, കാരണം ഇപ്പോൾ അവിടെ ഓൾറെഡി നല്ല തിരക്ക് കാണുമായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനിയിപ്പം കാണാം. ഞങ്ങൾ സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംഭവം കണ്ടു. അപ്പം ഇന്നത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനും ഞങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് പാന്തിയോണിലോട്ടാണ് പോകുന്നത്. അവിടെ 10:30 നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അവിടെ നിങ്ങൾക്ക് അരൂട്ടനെ കാണാൻ പറ്റും. അരൂട്ടൻ കഷ്ടപ്പെട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നല്ല വെതർ, നല്ല ചൂടുണ്ട്. എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പം ഇനിയിപ്പം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഉമ്മച്ചി കഷ്ടപ്പെട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഭക്ഷണം തപ്പി കണ്ടുപിടിക്കണം. ഞാൻ കുറേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് തപ്പിയെടുത്തിട്ട് വേണം. അതുപോലെ വെള്ളം മേടിക്കണം. ഞങ്ങൾ രാവിലെ വെള്ളമൊന്നും ഇല്ലാതെ ഇറങ്ങിയത്. അപ്പം നോക്കി കണ്ടുപിടിച്ച് ഒരു ഹോട്ടൽ തപ്പിയെടുക്കട്ടെ. ഹോട്ടലോ ഇവിടെ കഫേ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പം അത് തപ്പിയെടുക്കട്ടെ. ഞങ്ങളങ്ങനെ തൽക്കാലം ഒരു 2-3 സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഓൾറെഡി ലേറ്റായി. പാന്തിയോണിൽ ചെല്ലേണ്ട സമയമായി. ഒരു 2 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരൂട്ടൻ ഫോട്ടോ എടുക്കാൻ അവിടെ സ്റ്റക്കായ സമയത്ത് ഞാൻ ഈ കടയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അരൂട്ടൻ കാണാതെ അങ്ങനെ ഞങ്ങൾ കൊളോസിയം, ഇതാണ് കൊളോസിയം. ഞങ്ങളങ്ങനെ ഇതിനകത്ത് കയറി. ടിക്കറ്റ് എടുത്തത് വളരെ നന്നായി. കാരണം നിങ്ങളിപ്പം ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഓൾറെഡി. കാരണം ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ല ക്യൂ ഉണ്ട്. അപ്പം വെയിലത്ത് നിന്ന് തന്നെ വേണം ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വേഗം ബാർകോഡ് ഉള്ളതുകൊണ്ട് വേഗം കയറി. നമുക്കിങ്ങനൊരു സ്റ്റിക്കർ തരും, നമ്മുടെ കയ്യിലോ ഡ്രസ്സിലോ എവിടെയെങ്കിലും ഒട്ടിക്കണം. ഇവിടെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ബോളിൽ എഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ക്യാമറ, ഫോണ് അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനകത്തോട്ട് കയറി ഇനിയിപ്പം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല കാറ്റുണ്ട്, പക്ഷെ അതനുസരിച്ച് വെയിലും ഉണ്ട്. നിങ്ങളെ കാണിച്ചറിയാം എൻ്റെ ഒരു അകം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന് പറയുന്നത് അരൂട്ടൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അവൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഇത് പണ്ട് ഫ്ലാവിയൻ എംപറർ ആ ഒരു സമയത്ത്, അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലാണ് വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൃഗങ്ങളുടെ ഫൈറ്റ്, അതായത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവർ നിർമ്മിച്ചെടുത്തൊരു സാധനമാണിത്. അപ്പം അവർ ഇതിനകത്ത് ചെയ്യുക ആനിമൽ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. അതുപോലെ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് തോന്നുന്നത്. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് ആൾക്കാർ ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫൈറ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മൃഗങ്ങളെയൊക്കെ കേജിനകത്താക്കിയിട്ട്, അതായത് ലയൺ, ടൈഗർ അങ്ങനത്തെ കേജിനകത്താക്കിയിട്ട് അത് തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ശിക്ഷകൾ കൊടുക്കുമ്പം മനുഷ്യന്മാരെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ കൊള്ളും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അരുട്ടൻ എനിക്ക് പറഞ്ഞു തന്ന കഥ. അപ്പം ഇത് കാണാനാണ് ഇത്രയും ജനങ്ങൾ. ഇതിനകത്ത് നല്ല തിരക്കുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തട്ടിയാണ്. എൻ്റെ അപ്പുറത്ത് തന്നെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഇതിന് മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുക. കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം നടന്ന് കണ്ടിറങ്ങിയാലേ നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് ഇരുന്ന് ആകെ ടയേർഡായി പോകും. അപ്പം ഞങ്ങൾ കൊളോസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പം പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കണം. കാരണം നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്ത് പ്രോഗ്രാമും ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നല്ല ഹോട്ടൽ തപ്പി പിടിക്കട്ടെ. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആക്ച്വലി നല്ലൊരു കൊളോസിയത്തിൻ്റെ വ്യൂ ഉണ്ട്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഞങ്ങൾ ഫുഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഞങ്ങൾ റോമിലെ മിക്ക സ്ഥലവും, ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ സ്ഥലവും ഞങ്ങൾ കണ്ടു തീർത്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ടയേർഡായി. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് 8 ദിവസം കൂടെ ട്രിപ്പുണ്ട്. അപ്പം ഒത്തിരി നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യാതെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നടന്ന് രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയത്. കാലിന് നല്ല വേദനയുണ്ട്. ഇപ്പോൾ ഇവിടെ 4:15 ഞങ്ങളപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇറ്റലി വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഞങ്ങൾ റോം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. നാളെ ഞങ്ങൾ വത്തിക്കാനിലാണ് പോകുന്നത്. അപ്പം ഇനി റോമിൽ വരാൻ ആഗ്രഹമുള്ളവർ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം I'll see you tomorrow. Till then, bye-bye.